ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ക്രിയേറ്റ് ചെയ്ത വർക്കിൽ നിന്നും എങ്ങനെ സർവീസ് വർക്കിന്റെ അടുത്ത പ്രൊസീജിയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് വിവിധ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും പേയ്മെന്റ് കളക്ട് ചെയ്യാനും നമുക്ക് പഠിക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾ ഒരു റിപ്പയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അസൈൻ ചെയ്ത വർക്ക് എംപ്ലോയി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇതിനായി സർവീസ് ലിസ്റ്റിൽ നിന്ന് വർക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ജോബ് ഷീറ്റിലേക്ക് കയറുക. ഇവിടെ നിന്നും റിപ്പയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് ക്രിയേറ്റഡ് എന്നുള്ളത് ഇൻ പ്രോഗ്രസ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റുക. ഇതിനർത്ഥം ഈ വർക്ക് നിലവിൽ ടെക്നീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഈ വർക്ക് ഇനി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കസ്റ്റമറിനെ അറിയിക്കുന്നതും എന്നിട്ട് എങ്ങനെ പേയ്മെന്റ് കളക്ട് ചെയ്യാമെന്നും പരിശോധിക്കാം. ഇതിനായി ജോബ് ഷീറ്റിൽ പോയി ബില്ലിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബില്ലിംഗ് ഓപ്ഷന് കീഴിൽ വരുന്ന ഇൻഫർമേഷൻ ഫിൽ ചെയ്യുക. ഇതിൽ പാർട്സ് ടോട്ടൽ എന്ന ബോക്സിൽ ഈ സർവീസ് വർക്കിന്റെ റീപ്ലേസ് ചെയ്ത പാർട്സിന്റെ ടോട്ടൽ മണി വാല്യൂ കൊടുക്കുക. എന്നിട്ട് സർവീസ് ചാർജ് എന്ന ബോക്സിൽ സർവീസിന് നിങ്ങൾ ഈടാക്കിയ തുക കൊടുക്കുക. ഇവിടെ നമ്മൾ എക്സാമ്പിളിന് വേണ്ടി രണ്ട് ബോക്സിലും ഓരോരോ തുകകൾ നമ്മൾ കൊടുക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം കസ്റ്റമറിനെ അറിയിക്കുന്നതിനായി റിപ്പയർ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് മാറ്റി റെഡി എന്നാക്കി മാറ്റുക. എന്നിട്ട് മുകളിൽ കാണുന്ന സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് വർക്ക് റെഡിയായി എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് വാട്സപ്പ് മെസ്സേജ് പോകുന്നതാണ്. ഇനി റിപ്പയർ വർക്ക് ചെയ്തു കഴിഞ്ഞ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നതും പേയ്മെന്റ് കളക്ട് ചെയ്യുന്നതും എങ്ങനെയെന്ന് പരിശോധിക്കാം. അതിനായി കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ ജോബ് ഷീറ്റിൽ റിപ്പയർ ഓപ്ഷനിൽ അസറ്റ് സ്റ്റാറ്റസ് ഡെലിവേർഡ് എന്നാക്കി മാറ്റുക. ഇനി ജോബ് ഷീറ്റിൽ ബില്ലിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിൽ താഴെ പേയ്മെന്റ് ഇൻഫോർമേഷനിൽ ഓൾറെഡി ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ടാവും. അവിടെ കളക്ട് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്യാഷ്, കാർഡ്, UPI എന്നിവയിൽ ഏത് വഴിയും പേയ്മെന്റ് സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് വഴി തിരഞ്ഞെടുക്കുന്നു. അവിടെ റിസീവ്ഡ് എമൗണ്ടിൽ കസ്റ്റമർ തരുന്ന പേയ്മെന്റ് എമൗണ്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേയ്മെന്റ് കളക്ട് ചെയ്തതായി കാണിക്കും. ഓട്ടോമാറ്റിക്കലി അതിന്റെ സർവീസ് റിപ്പോർട്ടും ഇവിടെ ജനറേറ്റ് ആയി വരും. ഇത് സെൻഡ് ടു വാട്സപ്പ് വഴി കസ്റ്റമറിന് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്.